നല്ല നമസ്കാരം. മദ്രാശി AR മുരുകദോസിന്റെ കിടിലം ആക്ഷൻ സിനിമ എന്ന് ഒറ്റവാക്കിൽ പറയാം. കാതലുക്കായി ജീവൻ കൊടുത്ത കാതൽ മന്നൻ, ഇതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയുവാൻ തോന്നിയത്. ഈ സിനിമ ആക്ഷന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സിനിമ. ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ള ഒരു മനുഷ്യന്റെ കഥ പറയുന്ന സാധനം. അല്പം നമ്മുടെ അന്യന്റെ ചെറിയ ഷെയ്ഡൊക്കെ ഇതിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ പോലും ഇത് ആ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി, നോർമലായിട്ടുള്ള ഒരു മനുഷ്യനും അതോടൊപ്പം തന്നെ മെന്റൽ ആയിട്ടുള്ള ഒരു മനുഷ്യനുമായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ കിടിലമായിട്ട് തന്നെ ശിവകാർത്തികൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ ആക്ഷൻസും, ആ ഫാക്ടറിക്കകത്തുള്ള ആക്ഷൻസ് ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഒരു ആക്ഷൻ സീക്വൻസ് ആയിക്കോട്ടെ, ഹോസ്പിറ്റലിനകത്തുള്ള ആക്ഷൻ സീക്വൻസ് ആയിക്കോട്ടെ, ഓരോന്നിനോ അവടൊപ്പം കിടപിടിക്കുന്ന രീതിയിലുള്ള കിടിലം സാധനമാണ്. കിടിലം എന്ന് വെച്ചാൽ കിടിലം സാധനം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് സൂരൻ, അദ്ദേഹമാണ് ഇതിൻ്റെ സ്റ്റണ്ട് മൊത്തം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം കിടിലമായിട്ട് തന്നെ ഈ സാധനത്തെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഓരോന്നും ആ ഒരു, നമ്മളൊക്കെ ഒരുപാട് വയലൻസ് ഉള്ള സിനിമകൾ കാണാറുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു മെൻ്റലായിട്ടുള്ള ഒരു മനുഷ്യൻ എന്താണ് കാട്ടിക്കൂട്ടുന്നത്, അവൻ്റെ സമനില തെറ്റിക്കഴിഞ്ഞാൽ അവൻ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റുന്നതിന് അപ്പുറമാണ് ആ ഒരു സാധനം. അത് കിടിലമായിട്ട് തന്നെ ശിവകാർത്തികനെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ഈ സ്റ്റണ്ടിൻ്റെ കാര്യത്തിൽ. പിന്നെ സംഗീതത്തിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ചും പാട്ടിനെ കുറിച്ചും പറയണം. ഇതിൽ ഒരു സ്ലോ ബിറ്റ് പാട്ടുണ്ട്, നമ്മുടെ ബിജു മേനോന്റെ മോന്റെ ആ ഒരു ലാസ്റ്റ് പോർഷനിലുള്ള ഒരു സ്ലോ ബിറ്റ് ആയിട്ടുള്ള ഒരു സോങ്, വളരെയധികം ഫീൽ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അതോടൊപ്പം തന്നെ ലാസ്റ്റിലുള്ള ഒരു പാട്ടും അതും വളരെയധികം മനോഹരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അനിരുദ്ധന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചിലയിടത്തൊക്കെ നല്ല ഹൈ സാധനം, നല്ല കിടിലം സാധനം, പക്ഷെ ചിലയിടത്തൊക്കെ വളരെയധികം ലോ ആയിപ്പോയി. ചില സീനുകളിൽ വളരെയധികം ലോ ആയി പോയിട്ടുള്ള ചില സാധനങ്ങൾ അനിരുദ്ധന്റെ ആ ഒരു പിടപ്പ് ഇതിൽ വന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ചില സ്ഥലങ്ങളിലും നല്ല ഫ്ലാറ്റ് ആയിരുന്നു. അങ്ങനെ ഒരു സാധനം എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കെവിനാണ് ഇതിന്റെ ആക്ഷൻ മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത്. അത് കിടിലമായിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ഇതിന്റെ ഫോട്ടോഗ്രാഫി, സുദീപ് മലയാളി, അദ്ദേഹത്തിന്റെ ആ ഒരു റേഞ്ച്, അദ്ദേഹം ഈ ആക്ഷൻ സിനിമകൾ ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത സാധനം. ഓരോ ഷോട്ടും എങ്ങനെയാണ് അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമറയിൽ പകർത്തി വെച്ചിരിക്കുന്ന നല്ല കിടിലം സാധനം. മൊത്തത്തിൽ ഒരു ആർട്ട് സംഭവങ്ങളൊക്കെയാണ് ഇതിൽ കടന്നുകൂടുന്നതെങ്കിൽ പോലും നല്ല കിടിലം സാധനങ്ങൾ, കുറേ നല്ല ഷോട്ടുകളുണ്ട്, നല്ല കിടിലം ഷോട്ടുകളുണ്ട്. ആ ഹാർബറിനകത്തുള്ള കുറേ നല്ല ഷോട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ ഫാക്ടറിക്കകത്തുള്ള, കെമിക്കൽ ഫാക്ടറിക്കകത്തുള്ള കുറേ നല്ല കിടിലൻ ഷോട്ടുകളുണ്ട്. പിന്നെ ഇവരുടെ ആ ലവ് സീൻ, കുറേ സാധനങ്ങളൊക്കെ കുറേ നല്ല ക്യാമറയുടെ നല്ല കിടിലം സാധനം ഫോട്ടോഗ്രാഫി ഡയറക്ടർ സുദീപ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ സൗണ്ട് ട്രാക്ക്, ആ ഫാക്ടറിക്കകത്ത് പോകുമ്പോൾ ഓരോ സാധനവും വീഴുന്ന സൗണ്ട് ഉണ്ടല്ലേ, ഇങ്ങനെ ചുറ്റി കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കിടിലം സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ സൗണ്ട് ട്രാക്കൊക്കെ നല്ല ഗംഭീരമായിട്ട്, അത് കിടിലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ലാസ്റ്റിൽ ആ ഒരു ഫൈറ്റ് സീൻസിൻ്റെ ആ സൗണ്ട് ട്രാക്ക് ചുമ്മെന്ന് പറഞ്ഞു ഓരോ ചെറിയ സാധനം വീഴുന്നത് പോലും കിടിലം. പിന്നെ ആ ഹോസ്പിറ്റലിനകത്തുള്ള ആ വെടിവയ്പ്പ്, അതിലും സൗണ്ട് ഒരു രക്ഷയില്ല. ഇത്രയും കിടിലം ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ആരായിരുന്നാലും അത് ഞാൻ അവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ശിവകാർത്തികേയന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ അദ്ദേഹം സാധാരണ ഇത്രയും കാലം ചെയ്തിട്ടുള്ളതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ആക്ഷൻ സീക്വൻസ്, പിന്നെ ഇതിൻ്റെ നായിക രുക്മിണി ആണെങ്കിൽ നോർമലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വലിയ ഹെവി ആയിട്ടുള്ള ഒരു സാധനം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ടത് ബിജു മേനോന്റെ ക്യാരക്ടർ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഓരോ സൗണ്ട്, മച്ചാന്റെ സൗണ്ട് എന്ത് ഗാംഭീര്യമുള്ള സൗണ്ടാണ്. ബിജു മേനോൻ നല്ല രീതിക്ക് തന്നെ പിന്നെ NI ഓഫീസറായിട്ട് നല്ല കിടലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിമലാരാമനെ കുറെ കാലങ്ങൾക്ക് ശേഷം ഇതിൽ
ഞാൻ കണ്ടു എന്നുള്ളതും ഒരു വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുമ്പോൾ നോർമലായിരിക്കുമ്പോൾ മനുഷ്യൻ പിന്നെ വളരെയധികം നല്ലവനാകുന്നു. അതായത് സഹായാനുഭൂതി കൂടി സമൂഹത്തിൽ ഇടപെടുന്നു. ഈ പ്രേമം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സഹാനുഭൂതി എല്ലാം ഒക്കെ അങ്ങ് വിട്ടുപോകുന്നു. അതിനുശേഷം അവർ ബ്രേക്കപ്പ് ആകുന്നു. ബ്രേക്കപ്പ് ആയതിനു ശേഷം അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ എന്നാ നീ ആത്മഹത്യക്ക് എന്തായിരുന്നാലും മരിക്കാൻ പോവുകയല്ലേ, ഒരു സഹായം കൂടി ചെയ്തിട്ട് പോ എന്ന് പറഞ്ഞിട്ട് എന്നെ അവനെ വിളിച്ചിട്ട് പോയി സഹായം അഭ്യർത്ഥിക്കുകയാണ്. സഹായം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നു. എന്തായിരുന്നാലും മരിക്കുകയല്ലേ, ആ ഒരു ഇതാണ്. അതിനുശേഷം ഇവരുടെ കാതൽ ഒരുമിക്കുന്നുണ്ടോ ഇല്ലയോ, എന്നേക്ക് എന്തു സംഭവിക്കുന്നു, ഇതൊക്കെയാണ് ഒരു സാധനം. ഇതിന്റെ ഒരു പ്ലോട്ട് വെച്ച് നോക്കുമ്പോൾ എനിക്ക് സാധാരണ പറയാത്ത ഒരു നല്ലൊരു പ്ലോട്ടായിട്ട് എനിക്ക് തോന്നി. ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയൊരു പൊളിറ്റിക്സ് ഉണ്ട്. കൂട്ടമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നോർമലും, ഒറ്റയാളായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് തപ്പമാണ് എന്നുള്ള ഒരു വലിയ ഒരു പൊളിറ്റിക്സ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സിനിമ. മൊത്തത്തിൽ ഈ സിനിമ ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കുട്ടികളെയും കൊണ്ടൊന്നും ആരും പോയി സിനിമ കണ്ടുകളയരുത്. അങ്ങനെയുള്ള ഒരു നല്ല ഒരു ആക്ഷൻ സിനിമയാണ്. രക്തവും രക്തക്കളവുമാണ്, കാതലുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ ചേരുവകളും ഉള്ള സാധനമാണ്. കാതലൊക്കെ കാതല്, എന്നയ്ക്ക് എന്നയ്യെ, അതോടൊപ്പം തന്നെ ഡാർക്ക് ഹൗസ്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഇത് നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിന്റെ കഥ ചിലവർക്കൊക്കെ ദഹിക്കാൻ സാധ്യത കുറവാണ്. എനിക്ക് ഇതിന്റെ പ്ലോട്ടൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിട്ടാണ് ഇത് എനിക്ക് തോന്നിയത്. താങ്ക്